ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇരിക്കുന്ന നല്ല സന്തോഷമുള്ള ദിവസം കേട്ടോ. എന്താണെന്നറിയോ, ഇന്ന് ഞങ്ങൾ ബോച്ചൻ്റെ 1000 ഏക്കർ പറഞ്ഞ റിസോർട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിലെ ന്യൂ ഇയർ ആയതിൽ കൂടി അങ്ങനെ ആയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വേടനും ഗൗരി ലക്ഷ്മി ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ബോച്ചനെയും കാണാനൊക്കെ പറ്റിട്ടോ. അപ്പോൾ ബോച്ച എന്തായാലും ഉണ്ടാവില്ല, ബോച്ചൻ്റെ കൂടെ റിസോർട്ടിലല്ലേ. പിന്നെ അവിടെ ദൂരമായിട്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ കൂടി അവിടെ വെച്ചിട്ടുണ്ടേ. ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തി കുറേ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ചുറ്റി കറങ്ങി അവിടെയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ നേരെ പരിപാടി നടക്കുന്നിടത്തേക്കൊക്കെ പോയി. അവിടെ സ്റ്റേജൊക്കെ അങ്ങനത്തൊക്കെ റെഡി ആക്കുകയായിരുന്നു. പിന്നെ ആൾക്കാരങ്ങനെ എത്തിയിട്ടുമില്ല, ഒക്കെ മൈനീപാകുമ്പോഴത്തേക്കൊക്കെ എത്തുള്ളൂ, രാത്രി ആകുമ്പോഴത്തേക്കൊക്കെ. അതാ ഞാൻ പറഞ്ഞ നേരത്തെ ക്രിസ്മസ് അപ്പോൾ പടുണ്ട് വലുത് അയിമ അവിടെ ഇതാ കാണണം, നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ നിന്നു, അവിടെയൊക്കെ കറങ്ങി. പിന്നെ ഞങ്ങളവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം, അതിനിപ്പോൾ എന്തൊരു പേരുണ്ട്, അത്ര ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ മറന്നു കേട്ടോ. അതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ. ഞങ്ങളവിടെ നിന്ന് കടലൊക്കെ തിന്ന് അങ്ങനെ നടന്നൊക്കെ ചെയ്തു. നല്ല കളർഫുള്ളായ പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായി. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു വർഷത്തിൽ പുതുമകളുമാണ് പ്രതീക്ഷകൾ. എന്താണ് അറിവ്, എന്താണ് ജീവിതം, വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചാൽ സുഖ ദുഃഖങ്ങൾ അടങ്ങിയതാണ് ജീവിതം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം 10-70 വയസ്സിൽ വളരെ സൂക്ഷിച്ചിട്ടും വണ്ടി ഇടിച്ചു, കാല് ഒടിഞ്ഞു, തല പൊട്ടി, ബ്രെയിൻ ഓപ്പറേഷൻ ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കൊക്കെ വിഷമം തോന്നി. അത് കഴിഞ്ഞ് അത് അതിജീവിച്ചു വന്നപ്പോ ക്യാൻസറായി 83 വയസ്സിൽ മരിച്ചു. അപ്പൊ എനിക്കൊക്കെ ഭയങ്കര വിഷമമായിട്ട് എൻ്റെ അപ്പം പറഞ്ഞു, മോനെ പേടിക്കണ്ട, ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖമാണ്. നമുക്ക് ആർക്കും വണ്ടി ഇരിക്കുന്ന ആഗ്രഹമില്ല, പത്രി കിടക്കുന്ന ആഗ്രഹമില്ല, സമ്പത്തുണ്ടാവണം, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടക്കണം, ഇല്ലേ? ആർക്കെങ്കിലും ദുഃഖം ഇഷ്ടമാണോ, സങ്കടം ഇഷ്ടമാണോ? അല്ല. പക്ഷേ എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും നമ്മുടെ ജീവിതം ഇന്ന് സുഖമുണ്ട്. കാരണം അതായത് വാസുമാത്രമായ കടലമ്മയും വായിട്ടും ഏതെങ്കിലോട്ടൊരു വരവുണ്ട് മക്കളെ. അത് കഴിഞ്ഞ ന്യൂ ഇയറിന്റെ പാപ്പാനിനെ കത്തയും ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ, താങ്ക് യു. വീണ്ടും ഇതൊരു പ്രോത്സാഹനമാണ്. താങ്ക് യു വെരി മച്ച്. റെഡിയല്ലേ? പെർഫോമൻസ് ആണ് മക്കളെ. കടലമ്മ കരഞ്ഞാണോ പറ്റിയത്? വണക്കം വയനാട്. Wynad, make some fucking noise for Wynad! എന്താ വിശേഷങ്ങൾ വയനാട്? എന്താ വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? എനിക്ക് ഇന്ന് വലിയ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ ന്യൂ ഇയർ നിങ്ങളുടെ കൂടെ ആഘോഷിക്കാൻ പറ്റി. പിന്നെ ഒരു കാര്യം, ഗൗരി ചേച്ചി പെർഫോം ചെയ്യുന്നായിരുന്നു ഇപ്പോഴേ. ഞാൻ അപ്പതേ അവിടെ ഇരുന്ന് കാണാറുന്നു. ഞാൻ ഒരേ സമയം ഡാൻസ് കളിക്കുകയും പാട്ട് പാടാനൊക്കെ പറ്റുന്നത് എന്ത് വലിയ കഴിവാണല്ലേ.
മനസ്സിലാവുണ്ടോ നിങ്ങൾക്കത്? ഞാൻ അങ്ങനെ ഡാൻസ് കളിച്ച് പാട്ട് പാടി കഴിഞ്ഞ് സ്റ്റേജിൽ വെച്ച് മരിച്ചു. പുള്ളിക്കാരി ഒരേ സമയം ഡാൻസ് കളിക്കുകയും ഒരേ സമയം പാട്ട് പാടുകയൊക്കെ ചെയ്യണത്. ഓ, താങ്ക് യു സോ മച്ച് ഗൗരി ചേച്ചി ഫോർ ദാറ്റ് പെർഫോമൻസ്. മക്കളെ, നമുക്ക് നമ്മുടെ പെർഫോമൻസിലേക്ക് കിടക്കാൻ പതുക്കെ.